ഉച്ചയ്ക്ക് മച്ചിക്കാൻ വേണം നായപ്പോലെ ഒന്ന് മോങ്ങാടാ കഴുത. എന്റെ ചോറിൽ നിന്ന് എനിക്ക് പുറകെ വാലാട്ടിയാടുന്ന നീ കവലയിൽ എനിക്ക് നേരെ കുറച്ചാടിയില്ലേ? നീ എന്താണ് എന്നെ വിളിച്ചേ? കൂതറ തമ്പിന്നോ? അയ്യോ, ഞാനോ കൂതറയെന്നോ? മുതലാളിയെ കൂതറയല്ലാത്ത അങ്ങൊന്നിനെ കൂതറയെന്ന് വിളിക്കാൻ മാത്രം കൂതറയാണോ മുതലാളി? ഞാൻ വിളിച്ചിട്ടില്ല മുതലാളിയാണ്, സത്യം വിളിച്ചിട്ടില്ല. വിളിച്ചു, പബ്ലിക്കായിട്ട് വിളിച്ചു. പിന്നെന്താ വിളിച്ചത്? എല്ലണ്ടാക്കി പട്ടിയുടെ ചിറുതാക്കി തമ്പിന്ന്. അയ്യോ, മുതലാളി ഇലനക്കിയെന്നോ? മുതലാളി ചിറുനക്കിയെന്നോ? ഞാൻ വിളിച്ചിട്ടില്ല മുതലാളിയാണ്, സത്യം ഞാൻ വിളിച്ചിട്ടില്ല. നീ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവിടെ ഗൗരവമുള്ള വിഷയം കെടുക്കുമ്പോ രണ്ടും കൂടി. എനിക്ക് ഗൗരവമുള്ള വിഷയം തന്നെയത്. പറക്കോട്ട് ഫൽഗുരൻ തമ്പി ഇവന്റെ ഭള്ള് കാരണം അള്ളു കയറിയ വീല് പോലെ നാട്ടുകാരുടെ മുമ്പിൽ പഞ്ചറായത് താൻ കണ്ടില്ല. ഇപ്പൊ പഞ്ചറായതല്ലേ ഉള്ളൂ, ഇനി തന്നെ വെടി തീരാൻ പോവാ. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്റെ മോള് കൊടുത്തൊരു വാക്കുണ്ട്, തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അവന്റെ കെട്ടിയോളായി കൂടെ പോയി പൊറത്തോളാമെന്ന്. അത് തോറ്റാലല്ലേ? അങ്ങനെ ഒരു അവസ്ഥ വന്നുകൂടായികയില്ല. ഭൂരിഭാഗം വോട്ടർമാരും അവന്റെ കൂടെയാണെന്നാ കേൾക്കുന്നത്. എന്ന് വെച്ചാൽ തോറ്റാൽ എന്റെ മോള് ഭാമ അവന്റെ കെട്ടിയോളാവണം. എന്റെ ദൈവമേ, അങ്ങനെ ഒരു അവസ്ഥ വന്ന മുതലാളി പിന്നെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ആകാതിരിക്കാനാ അസംബ്ലി സെഷൻ പോലും പേടിച്ചിട്ട് ഞാൻ ഇവിടെ വന്നത്. ഈ ഓടുന്ന നായ്ക്ക് എന്തിനാ ഒരു മുഴം മുമ്പേ എറിയണമെന്നല്ലേ വെപ്പ്? അതാണ് ഇവിടെ പ്രയോഗിക്കണം. എന്ത് പ്രയോഗം? തോറ്റാൽ കെട്ടിയോളായിക്കൊള്ളാമെന്ന് വാക്കുകൊടുത്ത് ഭാമയല്ലേ? ആ വാക്കിന് വിലയില്ലാതാകണമെങ്കിൽ അവൾക്കൊരു കെട്ടിയോൻ വേണം. അതിന് അവൾ കെട്ടിയിട്ടില്ലല്ലോ. കെട്ടിക്കണം. വോട്ടെടുപ്പിന് മുമ്പ് തന്നെ കെട്ടിക്കണം. അതെങ്ങനെ? അതിനൊരു ചെക്കൻ വേണം. ആ ചെക്കൻ തറവാട്ടി പറഞ്ഞവനാവണം. അവനെ നമുക്ക് ബോധ്യപ്പെടണം. ഇതെന്താ പാർട്ടി ലയനം പോലാണോ? എടിപിടിന്ന് വെച്ചാ അങ്ങനെ ചെക്കനുണ്ട്. എന്താ മുതലാളി? ഇതാണോ ചെക്കൻ? അതെ. നിനക്ക് വല്ല കുഴപ്പം തോന്നുന്നുണ്ടോ? മുതലാളിക്കോ? ഇത് ഫൽഗുനൻ തമ്പി, പെണ്ണിന്റെ ഫാദറാണ്. ഹായ്, ഐ ആം വീരഭദ്രൻ. അകത്തേക്ക് ഇരിക്കാൻ. നൈസ് ഹൗസ്, എനിക്കിഷ്ടമായി. വൗ, ഇപ്പൊ വല്ല കുഴപ്പം തോന്നുന്നുണ്ടോ? മുതലാളിക്കോ? എന്താ ഈ ചെക്കനത് ഇങ്ങനെ? എങ്ങനെ? ഒരുമാതിരി ആണും പെണ്ണും കെട്ട. അതൊക്കെ നോക്കാനുണ്ടോ? ഇപ്പോഴത്തെ ഫാഷനല്ലേ? ഭാമയ്ക്ക് ഇഷ്ടപ്പെടണം, അതല്ലേ പ്രധാനം. അവക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുത്തണം. അവിടെയാ തന്റെ മിടുക്ക്. അവൾ ഒരു കഴിഞ്ഞ് വിളിക്ക്. എങ്ങനെയുണ്ട് ചെക്കൻ? നീ കണക്ക് പിടിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. 8 1 എത്രയാ? 9. അത് തന്നെ. അയ്യേ, ഈ അയ്യേ ഞാൻ ഒരിക്കൽ പറഞ്ഞതാ. ഇപ്പം നീയും പറഞ്ഞു. നീ അവൾ എന്ത് പറയോ ആവോ? ഇവിടെ വന്നപ്പോഴേ എനിക്കെല്ലാം ഇഷ്ടമായി. ഇപ്പൊ കുട്ടിയെ കൂടി കണ്ടപ്പോ യു ആർ സോ നൈസ്. പഹലി നസർ മേ തൂ മുझे പസന്ത് ആ ഗയി. നാണമാണല്ലേ? നാണിക്കണ്ട, ഓപ്പണായിട്ട് സംസാരിച്ചോളൂ. ഞാനും ഓപ്പണാ. ഭാമ, ഫാന്റാസ്റ്റിക് നെയിം, വീരഭദ്രൻ, അതാണ് എന്റെ പേര്. എന്തെങ്കിലും ഒന്ന് മിണ്ടൂന്നേ. എന്ത് മിണ്ടാൻ? കല്യാണത്തെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ചാ തന്നെ. പറയടോ, നാണിക്കണ്ട, പറഞ്ഞോളൂ. ഇങ്ങനെയുള്ള ഒരാളല്ല എന്റെ മനസ്സിൽ. അശ്ശോ, എന്തൊക്കെയാ പറയണേ? പിന്നെ എങ്ങനെയുള്ള ആളാ? പറഞ്ഞോളൂ. മേക്ക് ഇറ്റ് ഫ്രാങ്ക്. ഓപ്പൺ ആയിട്ടാ ഞാൻ പറയുന്നത്. എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. അതെന്താ? ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പുരുഷൻ. मैं हारूंगा नहीं. मुझे हराने का मौका कभी नहीं दूंगा. തോൽക്കില്ലടാ ഞാൻ. തോറ്റ് പിന്മാറില്ല വീരഭദ്രൻ. ഒരു കല്യാണ ചക്കനായ തമ്പിയുടെ മുന്നിൽ എന്നെ അവതരിപ്പിക്കാൻ തന്നോട് ഞാൻ ആവശ്യപ്പെട്ടത് അയാളുടെ നക്കാപ്പിച്ച പൊന്നും പണവും പങ്കിട്ടെടുക്കാനല്ല. താൻ അറിയാത്തൊരു ലക്ഷ്യമുണ്ട് എനിക്ക്. അത് നിറവേറ്റിട്ട് വീരഭദ്രൻ മടങ്ങും. ഞാൻ അറിയാത്ത എന്ത് ലക്ഷ്യം? അത് താൻ അറിയാൻ സമയമായിട്ടില്ല. അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ തനിക്ക്? അവൾ കെട്ടാൻ ആഗ്രഹിക്കുന്നത് ഒരു പുരുഷനെയാണെന്ന്. അതിന്റെ അർത്ഥം ഞാനൊരു ആണും പെണ്ണും കെട്ടണമെന്നല്ലേ? ആണും പെണ്ണും ചേർന്നതിന് മറ്റൊരു പേരുണ്ട്, അർദ്ധനാരീശ്വരൻ.
സർവസംഹാരത്തിന്റെ താണ്ഡവമാണാൻ പോകുന്ന ശിവാംശമുള്ള അർദ്ധനാരീശ്വരൻ. എന്റെ അണത്തം അവൾക്ക് തെളിയിച്ചു കൊടുക്കാൻ ഞാൻ. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഇനി ഒരു പാർവതി പരിണയമല്ല വേണ്ടത്. അവഹേളനത്തിന് പകരം നൽകാൻ അവളുടെ മനസ്സിനെയല്ല, ശരീരത്തിനെയാണ് കീഴ്പ്പെടുത്തേണ്ടത്. എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു. കളിച്ച് കളിച്ച് കാര്യങ്ങളൊക്കെ വഷളാവോന്നൊരു തോന്നല്. ഭാമ പേടിക്കണ്ട, വീട്ടിലേക്ക് പോയിക്കോളൂ. പ്രചരണം തീരുന്ന സ്ഥിതിക്ക് നാളെ കുറച്ച് വീടുകളൊക്കെ ഒന്ന് കയറണം, അത്രയല്ലേ ഉള്ളൂ. എന്നെ ഇവിടെ എങ്ങനെ പ്രതീക്ഷിച്ചില്ല അല്ലേ? പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു. തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് ഭാമയ്യ. ഞാൻ ഇഷ്ടപ്പെട്ടു പോയതല്ലേ, അതുകൊണ്ട് ഇതേ കഷ്ടപ്പെട്ട് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. മണപ്പള്ളിക്കാവിൽ ഉണ്ണിയപ്പം. ഭാമയുടെ പേരിൽ ഞാൻ പ്രത്യേകം കഴിപ്പിച്ച വഴിപാടാ. നക്ഷത്രം രേവതിയല്ലേ? എനിക്കറിയാം, MLA പറഞ്ഞിരുന്നു. നാണല്ലേ തനിക്ക്? താനൊരാണാണോ? കണ്ടോ, പെണ്ണ് കാണാൻ വന്നപ്പോഴും ഇങ്ങനെ തന്നെ ചോദിച്ചു. എന്തിനാ എന്നെങ്ങനെ വെറുതെ വേദനിപ്പിക്കുന്നേ? വീരഭദ്രന്റെ ആണത്ത് നിനക്ക് കാണണോ? കണ്ണോ കണ്ണോ കാട്ടിത്തരടി. എന്താടാ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഇന്ന് അവസാനിക്കല്ലേ? ആ തമ്പിയും കൂട്ടിൽ അവിടെ കലാശക്കൊട്ട് തുടങ്ങി. കലാശക്കൊട്ടോ? പിന്നല്ലാതെ. ഇവിടെ എത്ര പ്രചരണം നടത്തിയാലും അവസാനത്തെ ഓളത്തിനാ വോട്ടുകൾ മറിയുന്നത്. നീ ഇങ്ങനെ നനഞ്ഞു കുത്തിയിരുന്നു ഞാൻ ഗോപി അടിച്ചത് തന്നെ. ചെല്ലടാ, അവിടെ എല്ലാ സെറ്റപ്പും ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ചെന്ന് ആ തമ്പിയുടെ പ്രകടനം പൊളിച്ചടുക്ക്. ഞാൻ പുറകെ വന്നേക്കാം. അല്ല, അത് എവിടെയാണ്? ആ പൊളിഞ്ഞു കിടക്കുന്ന ഇരുമ്പ് ഫാക്ടറി ഇല്ലേ, അതിനടുത്താ. വേഗം ചെല്ല്. അല്ല, ഞാനെന്തിനാ അവിടെ? നീ വേഗം ചെല്ലടാ. സിംഹക്കുട്ടി പെട്ടുപോയ മുയൽ കുഞ്ഞിന്റെ കഥ അറിയോ ബാമക്കുട്ടിക്ക്? ഇതുപോലെയാ. ആദ്യമൊന്നും കൊല്ലത്തില്ല, ഇതിങ്ങനെ കളിപ്പിച്ച് 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 കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കളിപ്പിച്ച് 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 ഒറ്റ പിടിയാ. എന്താ? ഹായ്, പാർത്ഥനല്ലേ? ഞാൻ വീരഭദ്രൻ. ഒന്നുവിളെ പറഞ്ഞു മനസ്സിലാക്കൂ പാർത്ഥ. ഞാൻ ഈ ബാമക്കുട്ടിയെ കെട്ടാൻ വന്നതാ. പക്ഷെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കുരങ്ങ് എളിപ്പിക്കുക. പെണ്ണുകാളിലൊക്കെ കഴിഞ്ഞതാ. എന്നിട്ടിപ്പോ കണ്ടോ? പാർത്ഥനൊന്ന് പറഞ്ഞാൽ ബാമക്കുട്ടി കേൾക്കും. ഒന്ന് പറ പാർത്ഥ, പറ പറ.
നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ചെല്ലടകത്തേക്ക് അവൾ അവിടെ കാത്തിരിക്കില്ല. അതല്ല മാധവ, ഏതല്ല? ഈ എടുക്കാൻ ചെല്ലുമ്പോ കടിക്കാൻ വരിക എന്നൊരു ചൊല്ലുണ്ട്. എനിക്കതാ പേടി. അവളാ ടൈപ്പാ. കടിക്കുമ്പോ തിരിച്ചു കടിച്ചാ മതി. അല്ല ഇപ്പൊ അതെല്ലാം മാറി. അപ്പൊ പൂങ്കൊടി അവിടെ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാ എന്നുവെച്ചാ? ഓ എന്ന് പറഞ്ഞാൽ ഒന്നിക്കുക, കെ എന്ന് പറഞ്ഞാൽ കഴിയുക. അവരൊന്നിച്ച് കഴിയട്ടെന്ന്. അല്ല മാധവേട്ടാ, ഈ കെട്ട് കഴിയുന്നതിന് മുമ്പ് കെട്ട് നാളെ അല്ലേ? ഇന്ന് ഡേറ്റിംഗ്. ഡേറ്റിങ്ങോ? ആ, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് വിദേശത്തൊക്കെ. ഓഹോ. ആദ്യം ഡേറ്റിംഗ്, പിന്നെ വെഡിങ്. ഇത് കലികാലമല്ലേ സുലൈമാനെ? എല്ലാം തല തിരിച്ചു വേണം. ഇട നാട് ഓടുമ്പോ നടുവേ ഓടണമെന്ന പ്രമാണം. ഇങ്ങനൊരു പേടിച്ചു തൂറി. നീ എങ്ങോട്ടാ? ഒരു കമ്പനിക്ക്. ഇരിക്കേ. എന്നോടുള്ള പിണക്കൊക്കെ മാറിയില്ലല്ലേ? കുട്ടിക്കാലത്ത് തിരുനെല്ലിക്കാവിൽ ഉത്സവം കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് അമ്മാവനറിയാതെ നമ്മളെങ്ങോട്ടാ പോയതെന്ന് ഓർമ്മയുണ്ടോ? ഓ, പൈങ്കിളി പൈങ്കിളി. ഇത് പൈങ്കിളിയായി. അയ്യോ, ഇതാ മാധവനാ. നമ്മള് പറഞ്ഞത് മുഴുവൻ പുറത്തുനിന്ന് ഒളിഞ്ഞു കേട്ട് അവനെ ഇന്ന് ഞാൻ കണ്ടില്ലേ? ഇതാണ് അവന്റെ ഓരോ തമാശ. ആ, പിന്നെയും ചില കാര്യങ്ങൾ ഓർമ്മയിൽ വരിക. മുത്തച്ഛന്റെ മൂക്കനട നീ എറിഞ്ഞു പൊട്ടിച്ചപ്പോ അമ്മാവൻ തല്ലാൻ വന്നപ്പോ തടയാൻ നിന്നത് ഞാനാ. എന്തായിരുന്നു ഒന്ന് കണ്ണീര്. ഓ, കണ്ണീര് സീരിയല്, മെഗാ സീരിയല്. ഇടാ, ഈ സീരിയലിന്റെ ഒക്കെ കാലം കഴിഞ്ഞടാ. ഇപ്പൊ റിയാലിറ്റി ഷോയുടെ സീസണാ. നേരം കളയാതെ അതിലേക്ക് വാ. നിന്നെ ഇന്ന് ഞാൻ അല്ല, നീ എങ്ങനെ ഇതിനകത്ത് കയറി പറ്റി? അല്ല, നിനക്കെന്താ ഇവിടെ കാര്യമുണ്ട് മോനെ പാർത്ത. കുട്ടാ, സംഗതി ഒന്നും ശരിയായില്ലല്ലോ. ഞാൻ കുറെ കൂടെ പെർഫോമൻസ് പ്രതീക്ഷിച്ചു. അവിടെ ഫ്ലാറ്റ് ആയി പോയി കേട്ടോ. പെർഫോമൻസ് ഇത്രയൊക്കെ കയ്യിലുള്ള അണ്ണാച്ചി. പോ ഇറങ്ങി പോ. നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു എന്ന് പറഞ്ഞ വെളുക്ക് മുമ്പേ മാലിക്ക് ഞാൻ അവിടെ പോകും. താഴത്തങ്ങാടി വരെ ഓടിയിട്ടാ ഇതെങ്കിലും ഒത്തു കിട്ടിയത്. അതൊക്കെ ഞങ്ങളുടെ നിക്കാക്കില്ല. ഞങ്ങളുടെ കോഴി ബിരിയാണി അവിടെ കിട്ടണം. അതൊക്കെ നിങ്ങളുടെ വേഗമാകട്ടെ പാർത്ത. സംസാരിച്ചേക്കാതെ കാര്യം തിരുമേനി വരണ്ടേ? ഇങ്ങോട്ട് വന്നേ. മാധവ, തിരുമേനി ഒന്നും വേണ്ട. തിരുമേനിയൊക്കെ കാത്തിരുന്ന നിന്റെ അമ്മാവും തിരുമേനിയും എത്തും. തൽക്കാലം ഞാൻ തന്നെ തിരുമേനി. കേട്ട് ആരെങ്കിലും സീതാ കല്യാണ എന്താ ഇത്? അല്ല, ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയാവും. അങ്ങനെയൊന്നും അല്ല. നിർത്ത്. ഈ വിവാഹം നിയമവിരുദ്ധമാണ്. എന്താ മനസ്സിലായില്ലേ? വോട്ടെടുപ്പിന്റെ തലേന്ന് സ്ഥാനാർത്ഥികൾ പരസ്പരം വിവാഹിതരായാൽ വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാവും. അത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ്. ഇതൊന്നും അറിയാതെയാണോ സ്ഥാനാർത്ഥി മത്സരിക്കാൻ ഇറങ്ങിയത്? സ്വന്തം തന്തയ്ക്ക് പാലം വലിക്കാൻ ഉരുമ്പട്ടോളെ. വകുപ്പ് മാറും. എന്ത് വകുപ്പിലാണ് അറസ്റ്റ്? ചുമ്മാ ഒരു നേരം പോക്ക്. ദിവസം ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്യില്ലെങ്കിൽ രംഗസ്വാമിക്ക് അരമസ്വാമിക്ക് ഉറക്കം വരില്ല. നിന്നെ മാത്രമല്ല, നിന്റെ ഈ ബെസ്റ്റ് ഫ്രണ്ട് പടക്കുറുപ്പ് ചങ്ങാതി കൂടി പൊക്കാനാ രംഗസ്വാമി. എന്ത് കാരണത്തിന് അറസ്റ്റ് ചെയ്യുന്നു ചോദിച്ചത്? പറയാം. ക്ഷേത്രത്തിലെ വിഗ്രഹം കട്ടെടുത്തതിനും അത് പിന്നെ കുട്ടൻ നായരെ പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടതിനും ചേർത്ത ഈ അറസ്റ്റ്.
കള്ളന് കഞ്ഞി വെച്ചതിനാ ഇവനെ പൊക്കുന്നത്. വിഗ്രഹം കുഴിച്ചിട്ട് ഞാനല്ലാന്ന് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഈ അമ്മാവൻ തന്നെ വിളിച്ചു പറഞ്ഞല്ലേ? പറഞ്ഞു. ഏതോ ഒരു കോപ്പിലെ കേന്ദ്രമന്ത്രി വരുന്നെന്നും നീ ഒളിവിലായതിന്റെ പേരിൽ എന്നെ തട്ടി അകത്താക്കുമെന്നും പറഞ്ഞ് നീയൊക്കെ ഒരു നാടകം കളിച്ചപ്പോ മണ്ടൻ ഞാൻ വിശ്വസിച്ചു. അത് പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞ സ്ഥിതിക്ക് നീ തന്നെ പ്രതി കൂട്ടുപ്രതിയവനും അതിനായി അറസ്റ്റ്. നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവനല്ലയോ? എത്ര നാട്ടുകാർ ഇപ്പൊ നിന്റെ കൂടെ നിൽക്കുന്നു കാണാം. നീ കൃഷ്ണപുരത്തെ കൊച്ചുണ്ണിയാണെങ്കിൽ ഞാൻ ജമ്പുലിംഗമാടാ. ഐസ്ക്രീം മെഴുകിയ പൂച്ച പോലെ കണ്ണും തള്ളി കോച്ച് വലിച്ചിരിക്കാതെ കള്ളന്മാരെ. അതെ, ഞാൻ കള്ളനാ, സമ്മതിച്ചു. പക്ഷെ അതിലും വലിയ പെരുങ്കള്ളം നിങ്ങളാ. ഏതോ ഒരു പാഴ്വിഗ്രഹം കുട്ടനായരുടെ പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്ടതും അതവിടെ നിന്ന് തിരിച്ചു കുഴിച്ചെടുത്തത് നിങ്ങൾ തന്നെയല്ലേ? നാട്ടുകാർക്ക് വേണ്ടി മാത്രമേ അന്നും ഇന്നും പാർത്ത് നിന്നിട്ടുള്ളൂ. ഇവിടെ ഞാൻ കെട്ടാന്ന് സമ്മതിച്ചു തന്നെ എന്തൊരു നന്മ ഇവളിൽ ഉള്ളതുകൊണ്ടാ. നന്മയുള്ള നാട്ടുകാരോടൊപ്പം പ്രാർത്ഥന എന്നും ഉണ്ടാവും. നന്മയെന്ന് പറഞ്ഞാലേ സ്നേഹം, സത്യം, വിശ്വാസം. ആ പരസ്പര വിശ്വാസം ഈ കൃഷ്ണപുരത്തിന് എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞില്ലേ? ജനങ്ങൾ വിശ്വസിച്ച് ആരാധിക്കുന്ന ഈ ദൈവം പോലും ജനങ്ങൾക്ക് നേരെ കണ്ണടക്കിയല്ലേ? ആ ഭഗവാനെ കട്ടെടുത്തത് ഞാൻ തന്നെയാ. അതും ജന നന്മയ്ക്ക് വേണ്ടി. അത് കുട്ടനായരുടെ പറമ്പിൽ നിങ്ങൾ കൊണ്ട് കുഴിച്ചിട്ട പാഴ്വിഗ്രഹമൊന്നുമല്ല. കണ്ണും കാതുമില്ലാതെ കാലപ്പഴക്കം ചെന്നതാ ഇതിനകത്ത് നിങ്ങളൊക്കെ കൂടി പ്രതിഷ്ഠിച്ചിരുന്ന ആ വിഗ്രഹം തന്നെയാ. അതല്ലേ നിങ്ങൾക്കൊക്കെ കാണേണ്ടത്? പടിഞ്ഞാറേ കുളത്തിന്റെ അടിത്തട്ടിൽ ചേറും ചെളിയും പുരണ്ട് അത് അവിടെ തന്നെ കിടപ്പുണ്ട്. ഞാനെടുത്തെറിഞ്ഞതാ. അതല്ലേ കാണേണ്ടത്? വായിന്റെ ഒപ്പം എന്തായാലോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവനെന്താ മുങ്ങാൻകുഴിയിട്ട് കളിക്കണോ? കണ്ടില്ലേ നാട്ടുകാരെ, ഇവൻ കട്ട് കുഴിച്ചിട്ട വിഗ്രഹം കണ്ടെടുത്ത ഞാനാണ്. എന്നെ കള്ളനെന്ന് മുദ്ര കുത്താൻ കാണിക്കുന്ന ചേഷ്ടകളാണ് ഇതൊക്കെ. വിഗ്രഹം കുളത്തിലുണ്ടെങ്കിൽ കണ്ടെടുക്കട്ടെ ഇവൻ. പൊങ്ങി. ഇപ്പോഴും കിട്ടിയില്ല. എന്താടാ കുളത്തിലിട്ട വിഗ്രഹം കടലിലേക്ക് ഒഴുകിപ്പോയി? എങ്കിൽ കടലിൽ പോയി തപ്പടാ. ഏതാണ് കടലിലോ? എവിടെയാണ് വിഗ്രഹം? നീ അല്ലടാ അതെടുത്തത്? പറയേ എടാ, പറയാൻ പറയണോ? അന്ന് രാത്രി നീ കുളത്തിൽ മുങ്ങി തപ്പിയപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. എന്റെ കൂടെ നിന്നിട്ട് എന്നോട് ഈ ചതി ചെയ്തിട്ടുണ്ടോ? പാർത്ഥ, എനിക്കറിയില്ല, ഞാൻ എടുത്തിട്ടില്ല. എന്തിനാ പിടിച്ചു മാറ്റാൻ പോയത്? തമ്മിൽ തല്ലി ചാകട്ടെ രണ്ടും. ഭഗവാന്റെ പേരിൽ തട്ടിപ്പഴത്തിന് ഭഗവാൻ കൊടുക്കുന്ന ശിക്ഷ. തമ്മിൽ തല്ലി ചത്ത നാളെ സമാധാനം പറയേണ്ടത് ഞാനാ. അത് നേരാ. എങ്കിൽ പൊക്കിയെടുത്ത് കൊണ്ടുപോരാണ്ടിനും. എന്നിട്ട് അവിടെ വെച്ച് തന്റെ കൈത്തരിപ്പ് തീർക്ക്. ഇനി പുറം ലോകം കാണരുത് രണ്ടും. ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടക്കുമ്പോ ഇവന്മാർ ഇരുമ്പഴിക്കുള്ളിലാകണം. മനസ്സിലാകണം. വേണ്ട, രണ്ടും കൂടെ ചേർന്ന് നാടകം കളിച്ച് നാട്ടുകാരെ വിട്ടിയേക്കാവുന്ന കളിച്ചില്ല. നിന്നെ കൊണ്ട് ഞാൻ പറയപ്പെടും. വേണ്ട, ഒന്നും ചെയ്യണ്ട. അവനൊന്നും അറിയില്ല. എങ്ങോട്ടൊന്നോ കയറി വന്ന് ഈ വരുത്തന്റെ റോൾ ഇതിലെന്താണെന്ന് എനിക്കറിയണം. അത് ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. എനിക്ക് മാധവ, എനിക്ക് വേണ്ടി എന്തിനാണ് അങ്ങനെ തല്ലുകൊള്ളുന്നത്? പറയേ,
എന്തിനാ? വിധിക്കപ്പെട്ട കർമ്മങ്ങൾ യഥാവിധി നടന്നേ മതിയാവും. നമ്മളെ മർദ്ദിക്കാൻ ഇയാൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അത് സ്വീകരിക്കാൻ നമ്മളും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സത്യത്തിൽ നീ ആരാ? എന്തിനു വന്നോ? എവിടുന്ന് വന്നോ? പറയേ. ഞാൻ ആരാണെന്നറിയുന്നതിൽ കാര്യമില്ല. ഇത് ധർമ്മസമരമാണ്. മഹാഭാരത യുദ്ധത്തിൽ ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മരോട് യുദ്ധം ചെയ്തത്. ഇവിടെ ഒരു ശിഖണ്ഡി തന്നെ നിനക്ക് ശത്രുവായി വരുന്നു. അവിടെ നിന്റെ ചില മിത്രങ്ങൾ പോലും വഞ്ചിക്കപ്പെട്ടേക്കാം.